എൻ്റെ ചെറിയ താമര കുഞ്ഞുങ്ങൾ പൂക്കാറായി. കുറച്ചേ ഉള്ളൂ. പൊന്നുകുട്ടിക്കും പൂക്കളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അവരൊന്നും പൂക്കളെ നശിപ്പിക്കാറേ ഇല്ല. അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. കുറേ കൂടെ പൂക്കൾ വയ്ക്കണം അമ്മ എന്നൊക്കെയാണ് എപ്പോഴും പറയുന്നത്. എൻ്റെ കയ്യിൽ 2-3 വെറൈറ്റി താമര ആമ്പലൊക്കെ ഉള്ളൂ. കുറേ നാളായി അവരൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഉള്ള സമയം കിട്ടുന്നേ ഇല്ല. കണ്ടോ, വെള്ളമൊക്കെ കറുത്ത്. അപ്പോൾ ഇന്ന് കുറേ വെള്ളമൊക്കെ മാറ്റി. ഇനി ഇവിടെയൊക്കെ ഒന്ന് അതിൻ്റെ അടിയിലൊക്കെ കുറേ പുല്ലൊക്കെ പിടിച്ച്, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തൊക്കെ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. 1-2 വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. ഇതൊക്കെ ഇനി വെള്ളം മാറ്റണം. നമ്മുടെ മൊസാക്ക് പ്ലാന്റ്, അതിൻ്റെ ഇടയിൽ ഇതേ ആമ്പൽ അല്ല, ഇതൊരു ആമ്പൽ താമര വച്ചിരുന്നതിനകത്ത് എങ്ങനെയോ ഈ മൊസാക്ക് പ്ലാന്റ് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2 പേരും ഉണ്ട് ഇതിനകത്ത്. ഇതുണ്ടോ, ഇവിടെയും ഉണ്ട് 2-3 പേര്. ഇതൊന്നും വൃത്തിയാക്കിയില്ല. അവിടെ കുറച്ച് സ്ഥലമേ വൃത്തിയാക്കിയുള്ളൂ. ഇവിടെ രാത്രി ആകുമ്പോൾ നമ്മുടെ വയലിനകത്ത്, പണ്ട് ഞങ്ങളെ വീട് വയലിൻ്റെ അടുത്തായിരുന്നു. ഇവിടെ വയലാണ്. വയലിൽ കിടന്ന് വിളിയോട് വിളിയല്ലേ, അതുപോലെയാണ് ഇവിടെയും. രാത്രി ഇവിടെ നിന്ന് ഫോൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിനകത്തെല്ലാം ഇഷ്ടം പോലെ ഇരിക്കുക. ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും വച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കലങ്ങാതെയൊക്കെ വരും. അത് കാരണം ഇത് വെച്ചിട്ട് വെള്ളത്തിനങ്ങ് ഒഴിച്ചു കൊടുക്കും. എല്ലാത്തിനും വെള്ളം നിറയ്ക്കണം. മഴ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളം കിട്ടുമായിരുന്നു. ഇപ്പം ഞാൻ പഴയ വെള്ളമൊക്കെ കുറേയൊക്കെ ചരിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിക്കുക. പൊന്നും ഇപ്പം കുറച്ച് പിള്ളേർ കളിക്കുകയാണ്. അപ്പോൾ അവരോട് ഇപ്പോൾ കളിക്കാൻ പോയി. പൊന്നും അങ്ങനെ അധികം പോകാറില്ല, അവരുടെ കളിക്കാൻ പോകാറില്ല. അവൾ പുറത്തിറങ്ങാതെ നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിനകത്തിരിക്കും. വല്ലപ്പോഴും അപ്പുറത്തൊരു ദേവി ചേച്ചിയുടെ വീടുണ്ട്, അവിടെയൊക്കെ വല്ലപ്പോഴും പോകാറുള്ളൂ. അത് നിർബന്ധിച്ചാൽ മാത്രം. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് അവരെ ഒന്ന് വിട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. അവരെല്ലാവരും കളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. ഇവിടെ എല്ലാ ചേച്ചിമാരും ഇതാ മിന്നും പൊന്നും എല്ലാ ചേച്ചിമാരും കൂടെ ഇവിടെ ഒളിച്ചു കളിയാ. ഈ റോഡിൽ കിടന്ന് ഒളിച്ചു കളി. അതെയല്ല, അതാ നമ്മുടെ ചേച്ചി, എല്ലാ ചേച്ചിമാരും ഉണ്ട് ഇവിടെ. ഇന്നാണ് ഈ ചേച്ചിമാരൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കാൻ വന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും സൈക്കിൾ ഓടിച്ചാണ് കളിക്കുന്നത്. ഇന്ന് ഒളിച്ചു കളിയാ. മിന്നും പൊന്നും എല്ലാവരും ഉണ്ട്.